യുവതിയെ വിവാഹം ചെയ്യാൻ വേണ്ടി യുവതിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കി. അതാ യുവതിയെ തന്നെ കാലിടിച്ച് വീഴ്ത്തി. എന്നിട്ട് യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ കഥ ഒന്നുകൂടി പറയാം. കോന്നി മാമ്മൂട് സ്വദേശി 24-കാരൻ, പേര് രഞ്ജിത്ത് രാജൻ. ഒരു യുവതിയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹം. ഈ യുവതിയാണ്. യുവതിയുടെ തൊട്ടു പിന്നാലെ കാറ് വരുന്നുണ്ട്. യുവതിയുടെ കുടുംബത്തിൻ്റെ ശ്രദ്ധ നേടാൻ വേണ്ടി ചെയ്തത് ഒരു അജാസ് എന്ന് പറയുന്ന 19 വയസ്സുകാരനോടെ കൂട്ടുപിടിച്ച് ഒരു അപകടം ഉണ്ടാക്കി. പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് യുവതിയുടെ സ്കൂട്ടറിൽ അജാസ് കാറിടിച്ചു. അജാസ് ഓടിച്ചത് വേറൊരു കാർ. അജാസിൻ്റെ തൊട്ടു പിന്നാലെ ഇന്നോവ കാറിൽ 1-ാം പ്രതിയായ രഞ്ജിത്ത് രാജൻ എത്തുന്നു. യുവതിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച സന്മനസ്സുള്ള ആ ചെറുപ്പക്കാരനെ കണ്ട് യുവതിയുടെ രക്ഷിതാക്കൾ ഇംപ്രസ്ഡ് ആവുമെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. യുവതിക്ക് ദേഹമാസകലം പരിക്കുപറ്റി, ഇടിച്ചിരി കൂടിപ്പോയി. വിശദമായ അന്വേഷണത്തിൽ അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് തെളിഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത്? യുവതിയുടെ രക്ഷിതാക്കളെ ഇംപ്രസ് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ നരഹത്യാശ്രമത്തിന് വകുപ്പ് ചെയ്ത് അതിൽ പ്രതിസ്ഥാനത്തായി. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇംപ്രഷനും പോയി, നാട്ടുകാരും അറിഞ്ഞു, നാണക്കേടുമായി, മാനവും പോയി, എല്ലാം പോയി. പ്രവീൺ പുരുഷോത്തമനുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. പ്രവീൺ, ഇത് വല്ലാത്ത ഒരു ചെയ്ത്തായിപ്പോയി. ഇതെന്താണ് യഥാർത്ഥത്തിൽ ഈ ചങ്ങാതി? ഇത് ആര് ഉപദേശിച്ചു കൊടുത്ത ഐഡിയ ആണോ എന്തോ? അരുൺ, ഈ പ്രണയത്തിന് കണ്ണുമൂക്കുമൊന്നുമില്ല എന്ന് നാം സാധാരണ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് അരുൺ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കടന്ന കൈയായി പോയി. ഡിസംബർ 23-നാണ് ഈ ഒരു സംഭവം നടന്നത്. പത്തനംതിട്ട നഗരത്തിന് സമീപം വാഴമുട്ടം ഈസ്റ്റ് എന്ന സ്ഥലം. ആ ദൃശ്യത്തിൽ കാണുന്നത് ആ സ്ഥലത്തിന് അടുത്തുള്ള ഒരു പ്രദേശമാണ്. CCTV ദൃശ്യമാണ് ആ കാണുന്നത്. ഇതിൽ മുൻവശത്ത് സഞ്ചരിക്കുന്നത് ആ യുവതിയാണ്. അതിൻ്റെ തൊട്ടുപുറയിൽ ഒരു കാർ വരുന്നത് കാണാം. ആ കാർ കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന ശേഷം ഈ യുവതിയെ സ്കൂട്ടറിൽ ഇടിപ്പിച്ച് അവിടെ വീഴ്ത്തുകയായിരുന്നു. പെട്ടെന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. നാട്ടുകാർ ആദ്യം വിചാരിച്ചത് ഒരു സാധാരണ അപകടം. യുവതിയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. പെട്ടെന്ന് ഒരു ഇന്നോവ കാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ കാറിൽ നിന്നും ഒരു യുവാവ് ചാടി ഇറങ്ങുന്നു. പെട്ടെന്ന് സ്കൂട്ടറിൽ നിന്ന് വീണ് കിടന്ന ആ യുവതിയെ താങ്ങിയെടുത്ത് തൻ്റെ സ്വന്തം ഇന്നോവ കാറിൽ കയറ്റി ശരവേഗത്തിൽ ആശുപത്രിയിലേക്ക് പോകുന്നു. അതിനിടെ ആരോ അവിടെ നിന്ന് ചോദിച്ചു, ഈ ചെറുപ്പക്കാരിയുടെ ആരാണ് താങ്കൾ എന്ന് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു കളവ് കൂടി അവിടെ ഈ യുവാവ് പറഞ്ഞു, രഞ്ജിത്ത് എന്ന ആ യുവാവ് പറഞ്ഞു. അവിടെ ഒരു നാടകം സൃഷ്ടിച്ച ശേഷം പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ഇത് ഒരു വാഹനാപകട കേസ് എന്നുള്ള രീതിയിലാണ് പത്തനംതിട്ട പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ കേസിൽ നിർണായകമായത് ഈ ഇടിപ്പിച്ച കാർ അതിൻ്റെ നമ്പർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. പിന്നീട് ആ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സുഹൃത്തായിട്ടുള്ള അജാസിലേക്ക് എത്തി. അജാസിനെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സംഭവം എന്താണെന്ന് അജാസ് തുറന്നു പറഞ്ഞു. അതായത് തൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് യുവതിയുടെ പുറകിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയുടെ പുറകിൽ ചെന്ന് ഇടിച്ചത്. അങ്ങനെ ഒരു സീൻ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് അജാസ് തന്നെ തുറന്നു പറഞ്ഞു. പിന്നീട് പോലീസിൻ്റെ കാര്യങ്ങൾ എളുപ്പമായി. അതിനുശേഷം രഞ്ജിത്തിനെ പിടികൂടുകയായിരുന്നു. ആദ്യം ഒരു വാഹനാപകട കേസ് എന്നുള്ള രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് നരഹത്യാ കേസാക്കി മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ കൈയുടെ ഒരു വിരൽ. ഇത് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നോ ഇങ്ങനൊരു നാടകം? പെൺകുട്ടിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇല്ല അരുൺ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവതിക്ക് ഏതായാലും ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പ്രണയാഭ്യർത്ഥനയൊക്കെ നേരത്തെ സംഭവിച്ചതായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ യുവതിയുടെ വീട്ടുകാരെ ഒന്ന് ഇഷ്ടപ്പെടുത്തുക, അതായത് ഒരു ആപത്ത് വന്നപ്പോൾ താൻ സഹായിച്ചതാണ്, ഒരു പാലം ഇടുക അവരുടെ വീട്ടിലേക്ക്. അത്തരത്തിലുള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ രഞ്ജിത്ത് നടത്തിയത്. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ഈ യുവതിയുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിനിടെ യുവതിക്ക് പരിക്കേൽക്കുന്നു. പിന്നീട് അതിൻ്റെ കേസിന് പുറകെ പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും യുവതി മൊഴി കൊടുത്തിരുന്നു, അതായത് രഞ്ജിത്തിനെ അറിയാമെന്നുള്ള രീതിയിൽ ഒരു മൊഴി കൊടുത്തിരുന്നു. അങ്ങനെയാണ് പോലീസിന് ആദ്യം ഒരു സംശയമൊക്കെ തോന്നിയത്. കാരണം പോലീസിന് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നാൻ കാര്യം കൃത്യസമയത്ത് തന്നെ രഞ്ജിത്ത് ഒരു ഇന്നോവ കാറിൽ അവിടെ എത്തുന്നു. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അവിടെ ഓടിക്കൂടും. ഒന്നില്ലെങ്കിൽ ഒരു ആംബുലൻസ് വരാൻ വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ നാട്ടുകാർ പെട്ടെന്ന് ഇടപെട്ട് കിട്ടിയ വാഹനത്തിൽ പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ എത്തിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. നാട്ടുകാർക്കും ആദ്യം ഒരു സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ആരോ ഒരാൾ എടുത്ത് ചോദിച്ചത് യുവതിയുടെ ആരാണ് താങ്കളെന്ന്. ഭർത്താവെന്ന് ഒരു സങ്കോചവും ഇല്ലാതെ മറുപടി പറയുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ആ യുവതിയുമായി കാറിൽ കയറ്റി പോവുകയായിരുന്നു. ഏതായാലും നാടകം പൊളിഞ്ഞു. പോലീസ് നരഹത്യാ ശ്രമത്തിന് കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും പഴയ സിനിമയിലൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ
പഴയ ഏതൊക്കെയോ സിനിമകളുണ്ട്, മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, ആ സിനിമയിലെ നായകൻ നായികയെ സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് വില്ലന്മാരെ അറേഞ്ച് ചെയ്ത് നീ പോയി അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും, ഞാനവിടെ നായകനായിട്ട് വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം. ആ പഴയ സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി, ആളിപ്പോയി. ആ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇയാളുടെ അവസ്ഥ എന്താകുമായിരുന്നു? രഞ്ജിത്തെ പോട്ടെ, സാരമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് കുറച്ചുകൂടിയൊക്കെ വീട്ടുകാരെയൊക്കെ ബന്ധപ്പെടുത്തി ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇമ്പ്രസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താ പറയുക.